ഹലോ, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് കാലമായില്ലേ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ട്. ഇത് അബുദാബിയിൽ ഉണ്ടായിരുന്നപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഏണസ്റ്റിൻ്റെ ഒരു സ്കേറ്റിംഗ് കോമ്പറ്റീഷൻ മത്സരത്തിന് പോയ കഥയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഏണസ്റ്റിന് സ്കേറ്റിംഗ് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവനായിട്ട് ഇഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ഒരു സംഭവമാണിത്. അപ്പോൾ ആദ്യം ഞങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ആണ് സ്കേറ്റിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അവനപ്പയും കൂടിയിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. കുറച്ച് ബാലൻസും കാര്യങ്ങളൊക്കെ ആക്കി യൂട്യൂബിൽ കുറേ ടിപ്സും ഒക്കെ നോക്കിയിട്ടാണ് പഠിച്ചെടുത്തത്. അതിന് ശേഷം പിന്നെ അവൻ സ്കൂളിൽ കോമ്പറ്റീഷനൊക്കെ പോയി വന്നപ്പോൾ അവിടെ നിന്ന് അവൻ വിന്നറായി വന്നപ്പോഴാണ് പിന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് അന്വേഷിച്ചിറങ്ങിയത്. അപ്പോൾ പിന്നെ അവനെ ഒരു ട്രെയിനറോണി ആവശ്യമുണ്ടെന്ന് തോന്നിയപ്പോൾ ഞങ്ങളവിടെ അബുദാബിയിൽ തന്നെ ഒരു ട്രെയിനറെ കണ്ടുപിടിച്ച് ട്രെയിനിങ്ങിനൊക്കെ പോയിരുന്നു. ഇതാദ്യമായിട്ടാണ് അവൻ പുറത്ത് പോയിട്ട് മത്സരിക്കുന്നത്. സ്കൂളിലൊക്കെ കോമ്പറ്റീഷന് പങ്കെടുത്തിട്ടുണ്ട്. ഇതാദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. കാരണം കൂടുതൽ നമുക്ക് അവൻ്റെ കഴിവ് എന്താണെന്നറിയാനും മത്സരത്തിൽ വിജയിച്ച് വിന്നറാവുക എന്നതിലുപരി അതിലുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടാനും എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഈ മത്സരത്തിന് പങ്കെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു സമ്മർ ബ്രേക്ക് സ്കേറ്റിംഗ് കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നടക്കുന്നത് അബുദാബി കൺട്രി ക്ലബിലാണ്. അപ്പോൾ അവിടേക്ക് ആദ്യമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഏണസ്റ്റിന് ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്കൂളിൽ നിന്ന് അല്ലാണ്ട് പുറത്ത് പോയിട്ടൊരു കോമ്പറ്റീഷനൊക്കെ മത്സരിക്കുന്നത്. ഏണസ്റ്റിന് ഭയങ്കരമായിട്ട് തണുപ്പ് ഫീൽ ചെയ്യാണ്. ഇപ്പൊ ഞങ്ങൾ ചൂടത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്. ചൂട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടാണ് കേട്ടോ പുറത്ത്. അപ്പോൾ ഞങ്ങളെല്ലാ പടകളും ഉണ്ട്. അപ്പോൾ ഏണസ്റ്റിൻ്റെ മത്സരം കാണാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. അപ്പോൾ ഇവിടെ ഒരു വിശാലമായ ഒരു കാർ പാർക്കിംഗ് ഏരിയ തന്നെ ഉണ്ട്. ഒത്തിരി ആക്ടിവിറ്റീസ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിതാ കോമ്പറ്റീഷൻ നടക്കുന്നതിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തി ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള ജേഴ്സി ഉണ്ട്. അപ്പോൾ അതും മേടിച്ചു. പിന്നെ അതുപോലെ നമ്മുടെ ചെസ്റ്റ് നമ്പറും മേടിച്ചിട്ട് പോവാണ് ഞങ്ങൾ. ജേഴ്സിക്ക് അവിടെ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ അവിടെ നിന്ന് തന്നെ മാറി. ഇനി നമുക്ക് ഇത് ചെയ്യാനുണ്ട്, സ്കേറ്റിംഗ് ഷൂ ഇടാനുണ്ട്. അപ്പോൾ അത് മുകളിലാണ് സ്കേറ്റിങ്ങിൻ്റെ കോമ്പറ്റീഷൻ നടക്കുന്നത്. ഇൻഡോർ ആയിട്ടാണ് കേട്ടോ മത്സരം നടക്കുന്നത്. അപ്പോൾ ചെസ്റ്റ് നമ്പറും അതുപോലെ ഷൂവും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് കിടക്കാൻ പോകണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെസ്റ്റ് നമ്പർ ബനിയത്തിൻ്റെ ബാക്കിലായിട്ടാണ് കേട്ടോ ഒട്ടിച്ചത്. അപ്പോൾ അങ്ങനെ ഒട്ടിച്ച് ഇതാണ് കേട്ടോ നമ്മുടെ കോമ്പറ്റീഷൻ നടക്കുന്ന സ്റ്റേഡിയം. അപ്പോൾ ഒരു സൈഡിൽ പാരൻസിനും എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ എല്ലാവരും വിളിച്ചു. പിന്നെ എല്ലാവരോടും പറഞ്ഞു ബാക്കിലല്ല നമ്മുടെ ചെസ്റ്റ് നമ്പർ ഒട്ടിക്കേണ്ട, നമ്മുടെ ഹെൽമെറ്റുമ്മയാണ് ഒട്ടിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അപ്പോൾ നമ്മളത് മാറ്റി ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഓൾ ദി ബെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുര്യപ്പനൊരു ഉമ്മയൊക്കെ കൊടുത്ത് ഏണസ്റ്റിനെ ഉഷാറാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മത്സരത്തിന് ജയിച്ച കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രോഫിയും മെഡലും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരെയും വിളിച്ചിട്ട് ഒരു ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇത്രയും മക്കളാണ് മത്സരിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം അവർ ഒരു ട്രയൽ റണ്ണിങ്ങാണ് ആദ്യം നടത്തിയത്. അപ്പോൾ എല്ലാ മക്കളോടും റൺ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും അതനുസരിച്ച് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പരിപാടി ആരംഭിക്കാറായിട്ടോ. ഫ്ലാഗ് ഓപ്പൺ അങ്ങനെ തന്നെയാണോ പറയുക.
അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾ, അതിൽ വിജയിച്ച കുട്ടികളെയാണ് അവർ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ പരിപാടി സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. So for us to start, we have to invite everyone to do our prayer. We will do our prayer and you can do your own by your own self. Then we will follow by the parade. We have the 7 students that leading the parade, okay? And after the parade, we have an invitation opening remarks from our very own coach, Mr. Eddie. And then we will start the competition proper. So we request everyone to please sit down and double check it. Parents, kids, judges. Please remain standing for the UAE National Anthem. A lot of you guys probably know me. I'm an ex-speed skater. I first skated in UAE in 1979. So, losing, it's about learning life lessons and growing as individuals. The values of teamwork, discipline and resilience that our skaters learn on the track is reinforced at home. To the parents who wake up early for practice and so And Kaya Happy also won the World Photographer. And to all the parents who are supporting your kids to be here, thank you so much for coming, especially to those parents from Dubai. And I just want to announce before we start the race that medals and certificate and from each category, each winner, they are the chosen one to be at the front for the raffle to have the Endurance World in Thailand, Endurance World sponsorship in Thailand. I just want to clarify everyone that the sponsorship will be inside Thailand only for these 2 days of event on September. Air ticket from your side from here to Thailand, but from inside Thailand, whoever will be selected, congratulations in advance. അങ്ങനെ ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം നമ്മുടെ മത്സരം ആരംഭിക്കുകയാണ്. അപ്പോൾ ആദ്യം ഏറ്റവും ചെറിയ പ്രായക്കാരെയാണ് വിളിച്ചത്. അപ്പോൾ അവരുടെ മത്സരം ആരംഭിക്കുകയാണ്. ബോയ്സും ഗേൾസും സെപ്പറേറ്റ് ആണ് മത്സരത്തിൽ വന്നത്. അപ്പോൾ ഇനി ഓരോ മത്സരങ്ങളായിട്ട് നമുക്ക് കാണാം കേട്ടോ. Good job! Go, 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 go! ആദ്യം 300 മീറ്റേഴ്സാണ് ഓടിയത്. അതിനുശേഷം 400 മീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു സെക്ഷൻ്റെ കഴിഞ്ഞു അവരവിടെ റെസ്റ്റ് ചെയ്യാൻ എടുത്തേക്കാണ്. കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ 400 വരുന്നത്. അതിനുശേഷം അടുത്ത കാറ്റഗറീനെ വിളിച്ചു. അതിലാണ് ഏണസ്റ്റ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഇവരുടെ 10 പേരുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ഫസ്റ്റ് റൗണ്ടിൽ 5 പേരെയാണ് മത്സരിക്കാൻ എടുക്കുന്നത്. അതിനുശേഷം 5 പേരെ, പിന്നെ അതിൽ ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയവരെ പിന്നെ ലാസ്റ്റ് ഒരു 3rd റൗണ്ട് കൂടി, അങ്ങനെ ഒരു 3 റൗണ്ടായിട്ടാണ് 300 മീറ്റേഴ്സിൻ്റെ കഴിഞ്ഞുള്ളത്. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ ഏണസ്റ്റ് ഇല്ല, അതെ 2ാമത്തെ റൗണ്ടിലാണ് ഏണസ്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു. അടുത്ത റൗണ്ട് ഏണസ്റ്റിൻ്റെയാണ്. അപ്പം ഞങ്ങളും ഒരു ആകാംക്ഷയിലാണ്. ഞാനും ആദ്യമായിട്ടാണ് അവൻ്റെ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ കാണുന്നത്. സ്കൂളിൽ നടന്നിട്ടുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല.
അപ്പോൾ അതിൻ്റെ ഒരു ആകാംക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞു. അപ്പോൾ അതിലവന് 4th ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അടുത്ത ഇതിലവന് മത്സരിക്കാൻ പറ്റിയില്ല. പക്ഷേ അവിടെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറഞ്ഞു. കാരണം 400 മീറ്റേഴ്സിൻ്റെ ഉണ്ട്. അപ്പോൾ അവരവിടെ റെസ്റ്റ് എടുക്കാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അടുത്ത ട്രിപ്പ് മത്സരങ്ങളൊക്കെയാണ്, അടുത്ത കാറ്റഗറിയിലുള്ള മത്സരങ്ങളാണ് ഇനി നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മറ്റു കുട്ടികളുടെയും കോമ്പറ്റീഷൻസൊക്കെ കഴിഞ്ഞു. ഇനി 400 മീറ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഇതിലെ ഏണസ്റ്റിനെ പറ്റിയത് വളവിൽ വരുമ്പോൾ അവൻ വൈഡായിട്ട് പോയി. അതാണ് പിറകിലോട്ട് പോകാൻ കാരണം. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, വളവിൽ അങ്ങനെ വൈഡായിട്ട് പോവല്ലേ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ബാക്കോട്ടാണ് വരുന്നത്. അപ്പോൾ അടുത്തിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞപ്പോൾ ആശാൻ അത് ശ്രദ്ധിച്ചു കേട്ടോ. Good job, boys. Stand up, go, you can do it. Last 2 laps, hurry up, hurry up. Last 1 lap. Faster, 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 go, go, go. 400 മീറ്റേഴ്സിൻ്റെ ഫസ്റ്റ് റൗണ്ട് ഏണസ്റ്റിന് സെക്കൻഡ് വന്നു. ഇനി അവരുടെ ലാസ്റ്റ് റൗണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ലാസ്റ്റ് റൗണ്ടിലെ ഏണസ്റ്റ് 4th ആണ് കേട്ടോ ആയത്. ആദ്യമൊക്കെ ലീഡ് ചെയ്ത് വന്നു. പക്ഷേ പിന്നെ എന്തോ ഉള്ളിലുള്ള ഭയം കൊണ്ടോ എന്തോ കൊണ്ട്
അവൻ ഫോർത്തായി പോയി. എന്നാലും സാരമില്ല, കാരണം നമുക്ക് മത്സരത്തിൽ പങ്കെടുത്ത് അവനും ഒരു ഐഡിയ കിട്ടണം, ഞാൻ എങ്ങനെയാണ് ഇനി എവിടെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഇങ്ങനൊരു മത്സരത്തിന് തന്നെ ഞങ്ങൾ പുറപ്പെട്ടത്. അപ്പോൾ എന്തായാലും അവനും ഹാപ്പിയാണ്, കാരണം മത്സരത്തിലൊന്ന് പങ്കെടുക്കാനും ഒക്കെ പറ്റിയല്ലോ. പിന്നെ ലാസ്റ്റ് എല്ലാ പ്രൈസ് കൊടുക്കുന്ന സെറിമണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് കുട്ടികൾക്ക് വേണ്ടി ഒരു ചെറിയൊരു ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മളെന്തെങ്കിലും തിങ്സ് പറയുമ്പോൾ അത് ഓടിപ്പോയി എടുത്തുകൊണ്ടില്ല, ഇങ്ങനെയായിട്ട് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എല്ലാ മക്കളും കാര്യമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ് ഇനി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ സെക്ഷൻ വൈസ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അവർക്ക് ട്രോഫിയും മെഡലും ഉണ്ട്. ഫിനിഷായി വന്നവർക്ക് മെഡൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഏണസ്റ്റിൻ്റെ സെക്ഷനും അങ്ങനെ എത്തിയിട്ടുണ്ട്. അങ്ങനെ 300 മീറ്റേഴ്സിലും 400 മീറ്റേഴ്സിലും പങ്കെടുത്തവർക്ക് എല്ലാവർക്കും കിട്ടി. അതുപോലെ തന്നെ എല്ലാ കാറ്റഗറിയിലും പെട്ടവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം വളണ്ടിയർമാരായിട്ട് നിന്നവർക്കും പ്രൈസ് ഡിസ്ട്രിബ്യൂഷന് വന്നവർക്കും ജഡ്ജിമാർക്കും എല്ലാവർക്കും അവർ സർട്ടിഫിക്കറ്റും ഗിഫ്റ്റൊക്കെ അവർ നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റായിരുന്നു നമ്മുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്നത്. അതൊക്കെ കിട്ടിയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് മടങ്ങുകയാണ് ചെയ്യുന്നത്, വീട്ടിലോട്ട് മടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആരും മറക്കരുത് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.